വളരെ സവിശേഷതയാർന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു കാലമാണ്. സ്വാഭാവികമായും സാംസ്കാരിക പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളെ നേരിടുകയും അങ്ങനെയുള്ള സാഹചര്യത്തിന്റെ ദിശ നിർണയിക്കുന്ന വിധം ഇടപെടാൻ നിയോഗിക്കപ്പെടുകയും ചെയ്തവരാണ്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹം വളരെ പ്രതീക്ഷയോടെയാണ് സാംസ്കാരിക രംഗത്തെ ഇടപെടലുകളെ കാത്തിരിക്കുന്നത്. സാംസ്കാരിക രംഗം അല്ലെങ്കിൽ സാംസ്കാരിക ഇടപെടലുകൾ എന്നാൽ സർഗാത്മക സാഹിത്യ സൃഷ്ടികൾ, കലാവിഷ്കാരങ്ങൾ മാത്രമല്ല. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സമഗ്രവും സർവതല സ്പർശിയുമായ വ്യാപ്തി സാംസ്കാരിക രംഗത്തെ ഇടപെടലുകൾ എന്ന പ്രയോഗത്തിലുണ്ട്. എന്നാൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ ഏറിയപൂർവം കലാസാഹിത്യ രംഗത്ത് കലാസാഹിത്യ പ്രവർത്തനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ രാജ്യം ഇന്നലകളിൽ വർഗീയതയുടെ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ പ്രത്യേകത, വർഗീയത എന്നത് ഒരു കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ ഒരു വെല്ലുവിളിയായി നമ്മളെല്ലാം വിലയിരുത്തിയതാണെങ്കിൽ ഇന്നത് രാജ്യത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന, രാഷ്ട്രാധികാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ശക്തിയായി വളർന്നു കഴിഞ്ഞു എന്നതാണ്. ഇപ്പോൾ നമ്മുടെ കൺവെൻഷനിൽ NS മാധവൻ പങ്കെടുത്തു. ഒരു കാലത്ത് അദ്ദേഹം ചർച്ച ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ തിരുത്തെന്ന കഥയുടെ പേരിലാണ്. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരും ആ കഥ വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഥയുടെ രത്നച്ചുരുക്കം എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാവും. ചുള്ളിയാട്ടെന്ന പത്രാധിപർ തർക്കമന്ദിരം തകർത്തു എന്ന് തയ്യാറാക്കിയ വാർത്ത, അദ്ദേഹം പ്രായാധിക്യമുള്ള ആളും ആ സമയത്ത് അസുഖത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുമൊക്കെയാണ്. പക്ഷെ അദ്ദേഹം ജാഗ്രതയോടെ തർക്കമന്ദിരം എന്ന വാക്ക് വെട്ടി ബാബറി മസ്ജിദ് എന്ന് എഴുതി ചേർക്കുന്നതാണ് കഥയുടെ രത്നച്ചുരുക്കം.